യുഡിഎഫിനെതിരെ കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ച ആരോപണം കുട്ടികൾ പോലും വിശ്വസിക്കില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. യുഡിഎഫിന്റെ ആറ്റിങ്ങൽ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. യുഡിഎഫിന്റെ കൺവെൻഷൻ കൂടി കഴിഞ്ഞതോടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇരു മുന്നണികളും. എൽഡിഎഫ് സ്ഥാനാർത്ഥി എ സമ്പത്തിന്റെ വാഹന പ്രചാരണം അടുത്ത ദിവസം ആരംഭിക്കും. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഇന്ന് മണ്ഡലത്തിൽ എത്തിയേക്കും. എൽഡിഎഫിന് വേണ്ടി എ സമ്പത്തും യുഡിഎഫിന് വേണ്ടി അടൂർ പ്രകാശും ബിജെപിക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രനും രംഗത്തിറങ്ങിയതോടെ ആറ്റിങ്ങലിലെ മത്സരം കടുത്തതായിട്ടുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയെങ്കിലും അതൊന്നും പ്രചരണ രംഗത്ത് തിരിച്ചടി ഉണ്ടാക്കില്ലെന്ന വിശ്വാസത്തിലാണ് യുഡിഎഫ്. ഇന്നലെ നടന്ന ആറ്റിങ്ങൽ മണ്ഡലം കൺവെൻഷനിൽ നല്ല ജനപങ്കാളിത്തമുണ്ടായതും യുഡിഎഫ് ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുക, കോൺഗ്രസ്, ലീഗ്, ബിജെപി ഗൂഢാലോചന, രാഷ്ട്രീയം അറിയാവുന്ന ഒരു കൊച്ചുകുട്ടി പോലും വിശ്വസിക്കുമോ? തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി എന്ന വിമർശനം പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനാണ് ആറ്റിങ്ങലിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ശ്രമിച്ചത്. എംഎൽഎ കാണാൻ കോന്നിയിലുള്ളവർ അടൂരിലേക്ക് വരാറില്ലെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. അതേസമയം ആദ്യഘട്ട പ്രചരണ പരിപാടികൾ അവസാനിപ്പിച്ച ഇടത് സ്ഥാനാർത്ഥി എ സമ്പത്തിന്റെ വാഹന പ്രചരണ പരിപാടികൾ അടുത്ത ദിവസം തുടങ്ങും. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും സമ്പത്ത് ഇതിനോടകം തന്നെ ഒരു തവണ സന്ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.